നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നാളെ ജനുവരി മാസം 14-ാം തീയതി തൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലകളിൽ പ്രാദേശിക അവധി കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് അവധി ബാധകമാകുന്നത്. ബാക്കി ജില്ലകളിൽ പ്രവൃത്തി ദിവസം തന്നെയായിരിക്കും. ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ 6 ജില്ലകളിലാണ്. നിലവിൽ മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്ന 6 ജില്ലകളിലാണ് അവധി ബാധകമാകുന്നത്. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്ക് ഈ ഉത്സവം പ്രമാണിച്ച് തൈപ്പൊങ്കൽ പ്രമാണിച്ചുള്ള പ്രത്യേക അവധിയാണിത്. ഇതുകൂടാതെ തന്നെ മകരവിളക്ക് മഹോത്സവവും നമ്മുടെ സംസ്ഥാനത്ത് നടത്തപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം തന്നെയാണ് ഈ അവധി ബാധകമാകുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജനുവരി മാസം ഒരു പെൻഷൻ കുടിശ്ശിക ഗഡു കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 3200 രൂപയായിരിക്കും. തനത് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള 1600, ഇതുകൂടാതെ കുടിശ്ശികയുടെ 1600, ഇങ്ങനെയാണ് നമുക്ക് 3200 രൂപയോളം ലഭിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നികുതി വരുമാനത്തിൻ്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. നമ്മളുടെ സംസ്ഥാനത്തിന് 3300 കോടിയോളം രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഈ തുക കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പെൻഷൻ അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ തുക ചിലവഴിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. സർക്കാരിന് വലിയൊരു ആശ്വാസം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രത്യേക സഹായം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൽകി തീർക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ, വിവിധ കുടിശ്ശികകൾ കൃത്യസമയത്ത് നൽകിയേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പെൻഷൻ, അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ലഭിക്കുന്ന പെൻഷൻ തുക, ഇവയെല്ലാം കൂടി നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ സമയത്ത് വരുന്നത്. ഇത് സംബന്ധിച്ച ചില സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ജനുവരി മാസം 25-നൊക്കെ ശേഷമായിരിക്കും സംസ്ഥാനത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി 899 രൂപയ്ക്ക് നിവ ഭൂപ്പ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ച് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കുന്നുണ്ട്. ഹെൽത്ത് പ്ലസ് എന്ന് പറയുന്ന പോളിസിക്ക് കീഴിലാണ് 15 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത്. ഫാമിലി ഇൻഷുറൻസ് പോളിസിയും ലഭ്യമാണ്. 1399 രൂപ മുതൽ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലും ചേരാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ഹെഡ് പോസ്റ്റ് ഓഫീസുകളെ സമീപിച്ചാൽ മതിയാകും. ഫാമിലി പോളിസി എടുക്കുമ്പോൾ ഒരാൾക്ക് IPPB അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർ 200 രൂപ കൂടി നൽകി പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഈ ആരോഗ്യ ഇൻഷുറൻസിലേക്ക് അപേക്ഷിക്കാം. വ്യക്തിഗത ഇൻഷുറൻസ് പ്ലാനാണ് 899 രൂപയിൽ ആരംഭിക്കുന്നത്. 15 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കവറേജിൽ 2 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആണ്. ഇതൊരു ടോപ്പ് ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ മറ്റു പോളിസി ഉള്ളവർക്ക് ഈ പോളിസി എടുക്കുന്നതിലും തടസ്സങ്ങളില്ല. അപ്പോൾ ഈ പോളിസിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള മറ്റ് വിശദ വിവരങ്ങളും ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിച്ച ഇൻഷുറൻസ് സ്കീമിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമുക്കെല്ലാം തന്നെ റേഷൻ കാർഡുകളുണ്ട്. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇലക്ട്രോണിക് KYC സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ട്രോണിക് KYC നിർബന്ധമാക്കിയത്. എന്നാൽ 14 ലക്ഷത്തോളം വ്യക്തികൾ ഇലക്ട്രോണിക് KYC ചെയ്തിട്ടില്ലാത്തതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തിട്ടില്ലാത്തതിൻ്റെ കാരണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചെയ്യാത്ത റേഷൻ കാർഡുകളുടെ പരിശോധന ഇത് സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്ത് കാരണത്താൽ ഇത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ അനർഹമായിട്ടാണോ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവരും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് താൽക്കാലികമായിട്ട് NRK എന്ന രീതിയിൽ നിലനിർത്താൻ, അതിനുശേഷം അവർ നാട്ടിലെത്തിയ ശേഷം മസ്റ്ററിംഗ് ചെയ്യാൻ സംവിധാനം ഒരുക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.